ഇന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പെട്ടെന്ന് വീട്ടിൽ വന്നു. ചോദിച്ചതോ ചെമ്മീൻ ബിരിയാണി. ഇതേത് പരസ്യമാണെന്ന് ഓർമ്മയുണ്ടോ? നിങ്ങൾ ഓർത്തെടുക്കുമ്പോക്ക് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഇന്ന് നമ്മുടെ ഫ്രണ്ട്സ് നോർവേന്ന് വരുന്നുണ്ട്. അവർക്ക് ലഞ്ചിന് നമുക്കൊരു ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. ഈ വന്ന് കയറിയ ഉടനെ ഒരു മസാലമണം ഒഴിവാക്കാൻ ഞാൻ ഇന്നലെ തന്നെ ബിരിയാണിയുടെ മസാല റെഡിയാക്കി വെച്ചിരുന്നു. ആദ്യഘട്ടമായിട്ട് സവാള നമുക്കൊന്ന് ഗിരിഗിരിയാക്കി അരിഞ്ഞെടുക്കാം. ഇനി കുനുകുനാന്ന് അരിഞ്ഞു വെച്ച സവാള നല്ല തിളച്ച എണ്ണയിലോട്ട് ഇട്ട് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. ഇപ്പം ആവശ്യമില്ലെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഇത് ആവശ്യം വരും. ഇനി മസാല ഉണ്ടാക്കാൻ അതേ എണ്ണയിലോട്ട് കുറച്ച് ഏലക്കയും ഒരു ബേ ലീവ്സും സ്റ്റാറും കറുകാമ്പൂവും കറുകപ്പട്ടയും പിന്നെ അജ്വൈൻ സീഡും ജാതിപത്രിയും കൂടെ ഇട്ട് നല്ലോണം മൂപ്പിച്ചൊന്ന് മാറ്റി വെക്കാം. അല്ല, അങ്ങനെ അങ്ങോട്ട് മാറ്റി വെക്കണ്ട. അതിലോട്ട് തക്കാളി ഇട്ട് ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്ത് ഒന്ന് ആഡ് ചെയ്യണം. അതിന്റെ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം വറുത്ത് വെച്ച സവാളയും മഞ്ഞപ്പൊടിയും ബിരിയാണി മസാലയും പെരിഞ്ചീരകവും പിന്നെ സാഫ്രോൺ പാലിട്ടതും കൂടെ ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നന്നാക്കി വെച്ച ചെമ്മീൻ ആഡ് ചെയ്ത് ഒരു 4-5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി. പണി കുറച്ച് എടുത്തില്ലെങ്കിലും എന്താ ക്ഷീണം. നമുക്കിനി പോയി നല്ലൊരു ഉറക്കം പാസ്സാക്കാം. അങ്ങനെ ഇന്നലെ നമ്മൾ മസാലയെല്ലാം ഉണ്ടാക്കി വെച്ചോണ്ട് ഇന്ന് നമുക്ക് അരി വെക്കാൻ മാത്രമേ ഉള്ളൂ. റൈസ് കുക്കറിൽ കുറച്ച് ബട്ടറും സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ആവശ്യമുള്ള സ്പൈസസ് എല്ലാം ഇട്ട് അരി ഒന്ന് കറുമുറ വറുത്തെടുത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും നാരങ്ങ നീരും ഒഴിച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അരി റെഡി ആയിക്കോളും. സാലഡ് നമുക്ക് 2 ഉണ്ട്. തൈര് ഒഴിച്ചതും കച്ചമ്പറും. കച്ചമ്പറില്ലാത്തൊരു ബിരിയാണിനെ പറ്റി ഞങ്ങൾ മലബാറുകാർക്ക് തിങ്കിക്കാൻ കഴിയൂല. എന്തായാലും ഇത്രത്തോളായി. ഇനി നല്ല ചൊടിയുള്ളൊരു കൈതച്ചക്കയും കൂടി ഇരിക്കട്ടെ. ഒരു പേരിന് മഞ്ഞപ്പൊടി, ഒട്ടും കൂടാതെ മുളക് പൊടിയും കുരുമുളക് പൊടിയും ചൊടിക്ക് ആവശ്യമുള്ളത്ര സുറുക്കിയിട്ട് പൈനാപ്പിൾ ഒന്ന് മുക്കിയെടുത്താൽ സംഭവം റെഡി. ബിരിയാണി ഉണ്ടാക്കൽ അവസാന ചടങ്ങ് ദമ്മിടൽ. ഏറ്റവും താഴെ മസാല ഇട്ട് ഒരു ലെയർ ചോറിട്ട് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും പൊതിനലയും കശുവണ്ടി ഇട്ട് പിന്നെ ഒരു ലെയർ ചോറിട്ട് മല്ലിച്ചപ്പും പൊതിനലയും കശുവണ്ടി ഇട്ട് സാഫ്രൺ പാല് കലക്കിയതും കൂടെ ഒഴിച്ച് അടച്ചങ്ങോട്ട് വെക്കുക. ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞ് ദമ്മ് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഈ കാണുന്ന ഉഷാറ് ചെമ്മീൻ ബിരിയാണി കിട്ടും. ഓഫ്, പള്ള പറഞ്ഞിട്ടും തീറ്റ നിർത്താൻ പറ്റിയിരുന്നില്ല.